മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാവിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക. നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയ പുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയ പുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ടും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങേ രക്ഷണീയമായ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടു കൂടി പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒന്നാം രഹസ്യത്തിലൂടെ നമുക്ക് തിരുവനന്തപുരം ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷികളെ അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷികമായ വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കുവാനും കഠിനമായ വിധികളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം. രണ്ടാം സ്ഥലം. ഈശോ മിശിഹാ ക്രൂശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചെമന്ന മേലങ്കയും ധരിച്ച യേശു പുറത്തു വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരെ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടെ സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹാ ഒന്നാം പ്രാവശ്യം ക്രൂശും കൊണ്ട് വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാവഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശും വഹിച്ചുകൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോമിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിവാക്കപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വരുന്നത് കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ ക്രൂശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സകല നിമിഷങ്ങളിലും, പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് കോട്ടയം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന കേവറിക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിന് പുറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ ക്രൂശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിച്ചതിനെ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവർത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വേറൊരിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വേറൊരിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം ഈശോമിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവനൊരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവൻ ശതമേൽപ്പിക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, ശ്ലീവാമരത്തിന്റെ കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം പൂർണ്ണമായി നിനക്ക് നൽകുന്നു. ശാപദോഷത്തോടുകൂടി മരിച്ച് നിത്യനരാഗ്നിയിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവൻ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ പ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോമിശിഹ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ ക്രൂശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെയെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക സൗഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോമിശിഹ ക്രൂശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശ് മരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്ത് മാറ്റുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്രീവായിൽ നിന്ന് ഇറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും
പരിശുദ്ധ മാതാവിന്റെ യാഗലതകളും പതിപ്പിച്ചറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവെ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായുടെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെ ഗമനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും ക്രൂശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. മനസ്താപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയ നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ അപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ ഞാൻ എത്ര മാനിച്ചു. എൻ ശിരസിൽ മുൾമുടി ചാർത്തി നിങ്ങളിൽ നെൻ ചെന്നിണം തൂറി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു.
ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു. ശിക്ഷയായ കൈകൾ ബന്ധിച്ചു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് ജോണി പെരിയപ്പാടൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നടുവട്ട ഇടവാംഗമാണ്. ജിസിദ് കൂട്ടായ്മയുടെ വളരെ സജീവമായ ലീഡർഷിപ്പിലുള്ള ആളാണ്. ജോണി ചേട്ടൻ്റെ ഭാര്യ, 3 മക്കൾ. മൂത്ത മോൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛനാണ്. അച്ഛനൊരു ദിവസം നമ്മളോട് വചനം പങ്കുവെക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ജോണി ചേട്ടനെ ഇന്നത്തെ വചനം പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുന്നു. ജോണി ചേട്ടാ തുടങ്ങിക്കോ. ഓണാകുന്നില്ലെന്ന് തോന്നുന്നു. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വിചിന്തനത്തിനായിട്ട് ഇരുത്തിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായം 39-ാം വാക്യമാണ്. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് നമ്മുടെ ശതാധിപൻ യേശുവിന്റെ മരണം കണ്ടപ്പോൾ, യേശു ഇങ്ങനെ മരിക്കുന്നത് കണ്ടപ്പോൾ ശതാധിപൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ആ സമയം വരെ യേശുവിനെ ക്രൂശിക്കാനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത വ്യക്തിയായ ശതാധിപന് യേശുവിന്റെ മരണം കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. സാധാരണ മനുഷ്യർക്കാർക്കും ഇങ്ങനെ ഒരു മരണം സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മരണം കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ആരാണെന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടി ആയിരിക്കും നമ്മളുടെ മരണങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും പരിണത ഫലമായിട്ട് നമ്മുടെ മരണം മറ്റുള്ളവർക്ക് ഒരു വലിയൊരു സാക്ഷ്യമായിരിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ മരണം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ മത്തായിയുടെ സുവിശേഷത്തിന്റെ 27:54 പറയുന്നു, യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉള്ളവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ടപ്പോൾ അത്യധികം ഭയപ്പെട്ടു. സത്യമായി ഇവൻ ദൈവപുത്രനായിരുന്നു വിളിച്ചു പറഞ്ഞു. ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യനല്ല, ദൈവപുത്രനായിരുന്നു എന്ന്. നമ്മള് ശിമയോൻ പത്രോസ്, മത്തായിയുടെ സുവിശേഷം 16:16 ശിമയോൻ പത്രോസ് യേശുവിനോട് പറയുന്ന വാക്കുകൾ നമുക്കറിയാം. കേസറിയ ഫിലിപ്പ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ 3 വർഷം തന്റെ കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, ഞാൻ ആരാണെന്ന് ആണ് ജനങ്ങൾ പറയുന്നത്? അവര് പറഞ്ഞു, നീ ജെറമിയാണ്, ഏലിയാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്, സ്നാപയോഹന്നാനാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ്
നിങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ ഒപ്പം നടക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും യേശു ആരാണെന്നുള്ളത് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14:9 പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. അപ്പൊ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇത്രയും കാലം 3 കൊല്ലം എല്ലാ അത്ഭുത പ്രവർത്തികളും എല്ലാം കണ്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ, പുറപ്പാടിന്റെ പുസ്തകത്തില് മോശയോട് ദൈവം പറയുന്നൊരു വചനമുണ്ട്. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ എന്ന് ഇസ്രായേൽ മക്കളോട് പോയി പറയുക. ഞാൻ ആകുന്നവൻ. ഇവിടെ ഈ വചനം നമ്മള് മനസ്സിലാക്കുമ്പോൾ യേശുവിന്റെ ദൈവത്വം, യേശു ദൈവപുത്രനാണെന്ന് മാത്രമല്ല, യേശു ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യം, ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ ചിന്തകള് ഇന്ന് കൊണ്ടുവരാനായി. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു വചനം പറയും, യോഹന്നാന്റെ സുവിശേഷം 24, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമ്മുടെ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവപുത്രൻ അവൻ ദൈവം തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ഈ ആത്മീയ ജീവിതം, നമ്മുടെ നവീകരണ ജീവിതം നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ ആ തിരിച്ചറിവ്, ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 14:10 പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാനും പിതാവും ഒന്നാണ്. യേശു ഒരു മനുഷ്യനല്ല, അവൻ ദൈവമാണ്, അവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് ഈ ശതാധിപന് വിളിച്ചു പറയാൻ തോന്നിയത് അവന്റെ ജീവിതത്തിന്റെ, അവന്റെ അവസാനത്തെ മരണം കണ്ടപ്പോൾ. അപ്പൊ അവിടെ ഒരു വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ക്രിസ്തുവിന് അഭിമുഖമായി ചെല്ലാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന അവസ്ഥകൾ നമുക്കുണ്ട്. നമ്മുടെ പാപമാണ് അതിന്റെ കാരണം. കാരണം ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. അവര് ദൈവത്തിൽ നിന്നും ഒളിച്ചു മാറി മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കും. ദൈവം വിളിച്ചു ചോദിക്കും, നീ എവിടെ? ഞാൻ നഗ്നനായിരുന്നു കൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണെന്ന് ആദം പറയുന്നു. ഇവിടെ ക്രിസ്തുവിന് അഭിമുഖമായി വരാൻ, ദൈവത്തിന് അഭിമുഖമായി വരാൻ പലപ്പോഴും നമ്മളുടെ നഗ്നത, നമ്മുടെ പാപം നമ്മെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ചൊന്ന് നമുക്ക് ക്രിസ്തുവിനെ അഭിമുഖമായി ചെല്ലാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ വിശ്വാസം, അവരിലുള്ള വിശ്വാസം, യേശു ദൈവപുത്രനാണ്, യേശു ദൈവം തന്നെയാണെന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ യേശുവിനെ കണ്ടെത്തണമെങ്കിൽ ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇവിടെ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ശതാധിപൻ വിളിച്ചു പറയുന്നത്, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. നമുക്ക് പലപ്പോഴും ക്രൂശിക്കപ്പെട്ടവന്റെ അല്ലെങ്കിൽ നിസ്സഹായന്റെ മുഖത്ത് നോക്കിയിട്ട് അവനിൽ ക്രിസ്തുവിനെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു കണ്ണ് തുറക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റാതെ വരും. നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ 50 ദിവസത്തെ നോമ്പ് കൂടി കഴിയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ക്രൂശിക്കപ്പെട്ടവരിൽ, അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടവരിൽ, അവമാനിക്കപ്പെട്ടവരിൽ, അങ്ങനെയുള്ള മനുഷ്യരിൽ ക്രിസ്തുവിനെ കാണാനുള്ള ഒരു കണ്ണ്, ശതാധിപന്റെ കണ്ണ് പോലെ നമുക്ക് തുറന്നു കിട്ടേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം ആ മേഖലയിലേക്ക് വളരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കേണ്ടത്, നമ്മൾ അവന് അഭിമുഖമായി നിൽക്കാൻ തക്ക യോഗ്യതയുള്ളവരാവണം. നമുക്ക് അവനോട് അഭിമുഖമായി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ അനുതാപത്തിലൂടെയും നമ്മുടെ പശ്ചാത്താപത്തിലൂടെയും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്, വേദനിക്കുന്നവരില് അവനെ കണ്ടുമുട്ടാൻ,
ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മുടെ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിന്റെ യേശുവിനെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചെറിയവരിൽ യേശുവിനെ കണ്ടെത്താൻ, ഈ ചെറിയവരിൽ ഒരുവരിൽ യേശുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ യേശുവിനെ കണ്ടെത്തി അവന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് അന്ത്യവിധിയിൽ പറയുന്ന പോലെ ഈ ചെറിയവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അവനിൽ യേശുവിനെ കാണാൻ ക്രൂശിതന്റെ നേരെ നിന്നുകൊണ്ട് അവന്റെ തിരുമുഖത്ത് വേദന കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യന്റെ മുഖത്ത് ദൈവപുത്രനെ കാണാൻ ശതാധിപന് കഴിഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരിൽ യേശുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ കുരിശിൽ കിടക്കുന്ന, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, കുരിശിൽ കിടക്കുന്നവരിൽ യേശുവിനെ കാണാനുള്ള ഒരു മനോഭാവം. കാരണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ പ്രവർത്തികളിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകും. പക്ഷെ ഇവിടെ കുരിശിൽ കിടക്കുന്നവരുവിനിൽ ദൈവത്തെ കാണാനായിട്ട്, ദൈവപുത്രനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലത്ത് നമുക്ക് ഇന്ന് നൽകപ്പെട്ട ഈ വചനം നമ്മുടെ ചിന്താവിഷയമാകുമ്പോൾ നമുക്ക് ശിമയോൻ പത്രോസിനെ പോലെ പറയാൻ സാധിക്കണം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. അത് പറയുമ്പോൾ മറ്റുള്ളവരിൽ ആ ക്രിസ്തുവിനെ കാണാനുള്ള ഒരു തുറവി, കണ്ണിന്റെ തുറവി നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 18:6 യേശുവിനെ ഗെത്സമേൻ തോട്ടത്തിൽ പിടിക്കാൻ വരുന്ന പുരോഹിതന്റെ സംഘത്തോട് യേശു ചോദിക്കും, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ അവര് പറയും യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈശോ പറയും ഞാനാണ് എന്ന് പറയുമ്പോൾ അവർ പിറകോട്ട് മറഞ്ഞു വീഴും എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ടെത്തുമ്പോൾ നമുക്കൊന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാനുണ്ട്. നമ്മുടെ ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹപ്രദമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിറകോട്ട് തെറിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞ മോശയുടെ ഹോറേബിലെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൈവം ഇന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ശതാധിപൻ ആ കുരിശിൽ കിടക്കുന്നവൻ നോക്കി പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനാണെങ്കിൽ ആ ഞാനാകുന്നവൻ എന്ന് പറഞ്ഞ ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുരിശിൽ കിടക്കുന്നവരിൽ, വേദനിക്കുന്നവരിൽ, ഈ ചെറിയവരിൽ, കഷ്ടപ്പെടുന്നവരിൽ കണ്ടെത്തി ഈ നോമ്പുകാലം നമുക്ക് കണ്ണിന് തുറവിയുള്ള കാലമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചകൾ കിട്ടിയ ഒരു കാലമായിട്ട് ഈ നോമ്പുകാലത്തെ മാറ്റിയെടുക്കുവാൻ നമ്മളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്കായി വചനം പങ്കുവച്ചത് ജോണി പെരിപ്പറം ചേട്ടനാണ്. ജോണി ചേട്ടനെയും കുടുംബത്തെയും 3 മക്കളെയും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സത്യമായും ദൈവപുത്രനായിരുന്നു ഈശോ എന്ന യാഥാർത്ഥ്യം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജോണി ചേട്ടൻ പരിശ്രമിക്കുകയായിരുന്നു. കുരിശിൽ കിടക്കുന്നവനിൽ ദൈവത്തെ കാണുവാനായിട്ട് ജോണി ചേട്ടൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ഫെബ്രുവരി 14 ആരംഭിച്ച ഹോളികോ മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള തീർത്ഥയാത്രയുടെ 18-ാം ദിനം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് വചനം പങ്കുവച്ച ജോണി ചേട്ടന് ഹോളികോ മിനിസ്ട്രിയുടെ പ്രത്യേകമായി നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ 18-ാം ദിനം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് വചനം പങ്കുവച്ച ജോണിച്ചേട്ടനെയും കുടുംബത്തെയും 3 മക്കളെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ജോണിച്ചേട്ടന്റെ ഒരു മകനെ കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടു തന്ന വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്തും നന്ദി പറയുന്നു. ജോണിച്ചേട്ടന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെ, ചൈതന്യത്തോടെ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാനായിട്ട് ജോണിച്ചേട്ടനും കുടുംബത്തിനും മക്കൾക്കും എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് ഹോളിയോ മിനിസ്ട്രിയെ പൂർണ്ണമായിട്ട് നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അഭിനന്ദ പിതാക്കന്മാരായ റംഗീസ് പിതാവിനെയും വടക്കുംതല പിതാവിനെയും സമർപ്പിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ജോഷി അച്ഛനെയും എമ്മാനുവൽ അച്ഛനെയും വിശ്വസ്തയും അംഗങ്ങളെയും എല്ലാം നിന്റെ തൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ,
ഷൂബിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാച്ചുകളിലൂടെ കടന്നുപോയവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവർക്ക് നേതൃത്വം നൽകിയ മെന്റേഴ്സിനെ എല്ലാം നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാലാമത്തെ ബാച്ച് ഇന്ന് ആരംഭിച്ചപ്പോൾ നാലാമത്തെ ബാച്ചിലേക്ക് കടന്നു വന്നവരെ എല്ലാവരും നിന്റെ തൃക്കരകളിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥയാത്ര അത് യഥാവിധം പൂർത്തിയാക്കുവാനായിട്ട് ഇന്ന് നാലാമത്തെ ബാച്ചിലേക്ക് കടന്നു വന്നവർക്കെല്ലാം അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നൽകണമേ. 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര പൂർത്തിയാകുമ്പോൾ ഓരോ ആഴ്ചയിലും നിർത്തപ്പെടുന്ന ക്ലാസ്സുകൾ ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ ക്ലാസ്സിലും അവർക്ക് കടന്നു വരുവാനും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇന്റർനെറ്റിന്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ ശനിയാഴ്ചയും 8:30 മുതൽ 10 മണി വരെ ഈ കൂട്ടായ്മയോടൊപ്പം ചേർന്നുകൊണ്ട് നിന്റെ വലിയ സുവിശേഷ പ്രഘോഷണം ഏത് രീതിയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ കോഴ്സിലേക്ക് കടന്നു വരുവാനുള്ള കൃപ ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. പുളിക്കോ മിനിസ്റ്റർ നേതൃത്വം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന മിഷൻ യാത്രയെ സമർപ്പിക്കുന്നു. വെസ്റ്റ് ബംഗാളിലേക്കും ഹിമാചൽ പ്രദേശികളിലേക്ക് കടന്നു ചെല്ലുന്ന പോളിഹോം മിനിസ്ട്രിയുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. 35 അംഗ ടീമാണ് പോകുന്നത്. ആ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇപ്പോഴേ പോളിഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ പോയിരിക്കുന്നു. അവരവിടെ നിന്നാണ് ഇപ്പോൾ ഈ കൂട്ടായ്മയിലൊക്കെ കയറിയത്. അവരെയും പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. യാതൊരു തടസ്സവും കൂടാതെ ഈ 35 അംഗ ടീമിന് വെസ്റ്റ് ബംഗാളിലും ഹിമാചൽ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് നിന്റെ വലിയ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വലിയ കൃപ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് അവർക്ക് ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ആ മിഷൻ ഗ്രാമങ്ങളിൽ നിന്റെ വചനം പങ്കുവയ്ക്കാനുള്ള കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ നിന്റെ ശാന്തിയും സമാധാനവും സുഖവും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധി എല്ലാം വർഷിക്കണമേ. ലോകം മുഴുവനുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. നിന്നിൽ നിന്ന് നടന്നു കഴിയുന്നവരെയൊക്കെ നിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള വലിയ കൃപ ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് കഴിയുന്ന മക്കൾക്കൊക്കെല്ലാം മാനസാന്തരത്തിന്റെ വലിയ തുറവി നീ കൊടുക്കണമേ. വിവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്നവരെയും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളും ഭവനങ്ങളിലും ഒക്കെ കഴിയുന്നവരൊക്കെ സമർപ്പിക്കുന്നു. വലിയ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പനേരം അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, യേശു ആരാധന, യേശു സ്വസ്ഥം, കർത്താവേ സ്വസ്ഥം, യേശു നന്ദി. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു സ്വസ്ഥം, കർത്താവേ സ്വസ്ഥം. യേശു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീലക്കാപ്പിക്കുള്ളിൽ നമുക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരന്റെ സ്ഥലയിൽ നിരന്തരം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് നമ്മെ തന്നെ വിശദീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് മാതാവിന്റെ ഗാനം ആലപിച്ച് അവസാനിപ്പിക്കാം. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, അരികിൽ നീ വരണമേ. കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, യേശുവിൻ മുൻപിൽ നിൻ തിരുസ്നേഹം
മാധ്യസ്ഥത്തിൻ പൂമഴയേകി. യേശുവിൻ മുൻപിൽ നിന്തിരു സ്നേഹം മാധ്യസ്ഥത്തിൻ പൂമഴയേകി. അമല മനോഹരി അമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, അരികിൽ നീ വരണമേ.